നമസ്കാരം. നമ്മുടെ വീടും പരിസരവും നാം നിത്യേന വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. നമ്മുടെ ശരീരം ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും കുളിച്ചുകൊണ്ട് നാം ശുദ്ധീകരിക്കുന്നു. നാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഇടയ്ക്കിടെ റീഫ്രഷ് ചെയ്തുകൊണ്ട് അതിലെ ജങ്ക് ഫയലുകളെല്ലാം റിമൂവ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ മനസ്സിനെ നാം എത്ര വട്ടം ഇതുപോലെ മാലിന്യമുക്തമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യുന്നുണ്ട്? എത്ര വട്ടം നമ്മൾ റീഫ്രഷ് ചെയ്യുന്നുവോ അത്രയധികം നമുക്ക് വിജയകരമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ദിവസത്തിൽ ഒരുപാട് പ്രാവശ്യം നമുക്ക് പരാജയം നേരിട്ടേക്കാം, തിരിച്ചടികൾ ഉണ്ടായേക്കാം, അപമാനത്തെയും തെറ്റിദ്ധാരണയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അപ്പോഴെല്ലാം നമ്മൾ ചുറ്റുപാടുകളിൽ അതിൻ്റെ കാരണങ്ങളെ ആരോപിക്കുന്നു. ഇങ്ങനെ ചുറ്റുപാടുകളിൽ പരാജയ കാരണം ആരോപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരുന്നത് ശത്രുത എന്ന വികാരമാണ്. ഈ ശത്രുത എന്ന വികാരം നമ്മളിൽ ഒരുപാട് ഉത്കണ്ഠയും നിരാശയും ജനിപ്പിക്കാൻ പോകുന്നതാണ്. അത് നമ്മളെ തന്നെ മലീമസമാക്കുന്നു എന്നതിനാൽ ഒരു കുട്ടിയെ താലോലിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലിട്ട് ശത്രുവിനെ താലോലിച്ചുകൊണ്ടും പരിപാലിച്ചുകൊണ്ടും ഇരിക്കാതെ ഇടയ്ക്കിടെ ഈ ശത്രുവിനെ അല്ലെങ്കിൽ ശത്രുതയെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റി കളയേണ്ടതാണ്. അങ്ങനെ ശത്രുക്കളെ നാം ചുമക്കാതെ നമ്മുടെ വിജയങ്ങളെ, നമ്മുടെ ലക്ഷ്യത്തെ ഒക്കെ നാം പരിപാലിക്കുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു, സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുന്നു, അതിലൂടെ ജീവിത വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.